സോ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ റീകോംബിനന്റ് DNA ടെക്നോളജീനെ സഹായിക്കുന്ന ടൂൾസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ടൂൾസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. സോ റീകോംബിനന്റ് DNA ടെക്നോളജി അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന ടൂൾസുകൾ. ഒന്നാമത്തത് റെസ്ട്രിക്ഷൻ എൻസൈം. നമ്മൾ പറഞ്ഞിരുന്നു മോളിക്കുലാർ സിസേഴ്സ് അഥവാ ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. പിന്നെ പോളിമറൈസ് എൻസൈം, റെപ്ലിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പോളിമറൈസ് എൻസൈമുകൾ. ലൈഗേസസ്, ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകൾ ലൈഗേസസ്. വെക്റ്റേഴ്സ്, അതാണ് നമ്മൾ പ്ലാസ്മിഡ് കാരിയേഴ്സ് ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന DNA ഓഫ് ഇൻട്രസ്റ്റിനെ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന വെക്റ്റേഴ്സ്. അതുപോലെ ഹോസ്റ്റ് ഓർഗാനിസം. ഇത്രയാണ് റീകോംബിനന്റ് DNA ടെക്നോളജി അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗിന് വേണ്ട ടൂൾസുകൾ. റെസ്ട്രിക്ഷൻ എൻസൈം, പോളിമറൈസ് എൻസൈം, ലൈഗേസസ്, വെക്റ്റേഴ്സ് അഥവാ നമ്മുടെ പ്ലാസ്മിഡ്, ഹോസ്റ്റ് ഓർഗാനിസം. സോ അതിൽ ആദ്യത്തെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈം അഥവാ മോളിക്കുലാർ സിസേഴ്സ് അഥവാ ബയോളജിക്കൽ സിസേഴ്സ്. പെർട്ടിക്കുലർ പോയിന്റുകൾ DNA സീക്വൻസുകളിലെ പെർട്ടിക്കുലർ പോയിന്റുകളിൽ പോയിട്ട് സ്പെസിഫിക് ലൊക്കേഷനിൽ കട്ട് ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. സോ 1963 ഈ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഡിസ്കവറി പറയുകയാണെങ്കിൽ, സോ 1963 1963 ആണ് ചില എൻസൈമുകളെ കണ്ടെത്തിയത്. ഈ എൻസൈമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതിൻ്റെ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു മോഡിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടെന്ന് കണ്ടെത്തി. സോ 1963 സം എൻസൈംസ് ഉണ്ടെന്ന് കണ്ടെത്തി. ദാറ്റ് എൻസൈം restricting the growth of bacteriophage and E. coli. So E. coliയിൽ ബാക്ടീരിയോഫേജിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ചില എൻസൈമുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ആ ഒരു ഡിസ്കവറിയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഡിസ്കവറിയിലേക്ക് ലീഡ് ചെയ്തത്. സോ എൻസൈംസ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ് ഇൻ E. coli. E. coliയിൽ ബാക്ടീരിയോഫേജിൻ്റെ ഗ്രോത്ത് തടുത്തു നിർത്തുന്ന, ഇൻഹിബിറ്റ് ചെയ്യുന്ന, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ചില എൻസൈമുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. അത് റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നു. അതിൽ ആദ്യത്തേത് ചില എൻസൈമുകൾ എന്താ ചെയ്തത്, ആഡ് മീഥൈൽ ഗ്രൂപ്പ്സ് ടു ദ DNA. സോ DNAയിലേക്ക് മീഥൈൽ ഗ്രൂപ്പുകളെ ആഡ് ചെയ്തു, മീഥൈലേസ് എന്ന് പറയും. സോ റെസ്ട്രിക്ഷൻ എൻസൈമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ബാക്ടീരിയോഫേജിന് ഈ കോളയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ആഡ് മീഥൈൽ ഗ്രൂപ്പ്സ് ടു ദ DNA ബൈ ദ എൻസൈം മീഥൈലേസ്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് എൻസൈം എന്ന് പറയുന്നത് ദേ കട്ട് ദ DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയിട്ട് ആ നമ്മുടെ ബാക്ടീരിയോഫേജിൻ്റെ അതിൻ്റെ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയി കട്ട് ചെയ്ത് അതിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. അങ്ങനെയും ആ ബാക്ടീരിയോഫേജിന് ഈ കൊളയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. സോ ഈ രണ്ടാമത് പറഞ്ഞ ആ DNA കട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന പേരിൽ പിന്നെ നമ്മൾ വിളിച്ചത്. സോ രണ്ട് ടൈപ്പ് എൻസൈംസ് ഉണ്ടെന്ന് 1963 ഐഡൻറ്റിഫൈ ചെയ്തു. ഇക്കോളയിൽ ബാക്ടീരിയോഫേജിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അതിലൊന്ന് മീഥൈലേസ് അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്സ് DNAയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യണതായിരുന്നു. രണ്ടാമത്തത് ആ DNA ആ പെർട്ടിക്കുലർ ബാക്ടീരിയോഫേജ് അതിൻ്റെ DNA കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രോത്തിനെ പ്രൊപ്പഗേഷൻ തടയുന്നതായിരുന്നു. ആ DNA കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞ് പിന്നീട് അറിയപ്പെട്ടത്. സോ ആ റെസ്ട്രിക്ഷൻ എൻസൈം ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻസൈം, ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് HindII ആണ്. HindII ആയിരുന്നു ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം. കണ്ടുപിടിച്ചത് നാഥൻ ആൻഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. സോ സ്മിത്ത് ആണ് ഈ പറഞ്ഞ HindII എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിനെ ആദ്യം ഡിസ്കവർ ചെയ്തത്. ഇപ്പോൾ ആ HindIIൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമിൽ വരുന്നതാണ് നമ്മുടെ HindII. അതിൻ്റെ ഫങ്ഷൻ ഡിപ്പെൻഡ് ചെയ്യണത് ഒരു സ്പെസിഫിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. സോ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയ HindIIന് ഒരു സ്പെസിഫിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുണ്ട്. അതിനെ ഐസൊലേറ്റ് ചെയ്യുകയും
പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം ഐസൊലേറ്റ് ചെയ്ത ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ക്യാരക്ടറൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ HIND-2 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. സോ സ്പെസിഫിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ HIND-2ൻ്റെ ഐസൊലേറ്റ് ചെയ്തു. 5 വർഷത്തിന് ശേഷം പിന്നീട് അതിനെ ക്യാരക്ടറൈസ് ചെയ്തു. അങ്ങനെ HIND-2 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറഞ്ഞ എൻസൈം കണ്ടുപിടിച്ചു. സോ HIND-2ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ HIND-2 ഓൾവേസ് എപ്പോഴും കട്ട് ചെയ്തിരുന്നത് ഒരു പെർട്ടിക്കുലർ DNA സീക്വൻസുകളെയായിരുന്നു. സോ പെർട്ടിക്കുലർ പോയിന്റിൽ ആ DNA ന്യൂക്ലിയോടൈഡിൽ പെർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ടാണ് HIND-2 കട്ട് ചെയ്തിരുന്നത്. ആ പെർട്ടിക്കുലർ പോയിന്റുകളെ റെക്കഗ്നേഷൻ സീക്വൻസുകൾ എന്ന് പറയുന്നു. ആ റെക്കഗ്നേഷൻ സീക്വൻസിൻ്റെ പ്രത്യേകത 6 ബേസ് പെയർ ആയിരുന്നു. 6 ബേസ് പെയറുള്ള റെക്കഗ്നേഷൻ സീക്വൻസുകളെയാണ് പെർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് HIND-2 കട്ട് ചെയ്തിരുന്നത്. അതായിരുന്നു HIND-2ൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. സോ സ്പെസിഫിക് ബേസ് സീക്വൻസുകളായിരുന്നു നമ്മുടെ HIND-2ന് ഉണ്ടായിരുന്നത്. ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് ഒരു സ്പെസിഫിക് ബേസ് സീക്വൻസ് ഉണ്ടായിരുന്നു. ആ ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് റെക്കഗ്നേഷൻ സീക്വൻസ് ഓഫ് 6 ബേസ് പെയർ, 6 ബേസ് പെയറുള്ള റെക്കഗ്നേഷൻ സീക്വൻസുകളായിരുന്നു HIND-2ന് ഉണ്ടായിരുന്നത്. ആ 6 ബേസ് പെയറുള്ള റെക്കഗ്നേഷൻ സീക്വൻസിൽ മാത്രം പോയിട്ടാണ് നമ്മുടെ HIND-2 കട്ട് ചെയ്തിരുന്നത്. ഇതുപോലെ പിന്നീട് ഒരുപാട് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ കണ്ടെത്തി. പിന്നീട് മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഡിസ്കവർ ചെയ്തു ഫ്രം മോർ ദാൻ 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. സോ 230 സ്ട്രെയിൻ ബാക്ടീരിയ, അതിലധികം 230-നേക്കാളും അധികം സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയയിൽ നിന്ന് മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടെത്തിയിൽ നിന്ന് മനസ്സിലായത് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിനും ഒരു പെർട്ടിക്കുലർ റെക്കഗ്നേഷൻ സീക്വൻസുകൾ ഉണ്ടായിരിക്കും. പെർട്ടിക്കുലർ ബേസ് പെയർ, നമ്മളിവിടെ HIND-2ന് പറഞ്ഞു 6 ബേസ് പെയറുള്ള റെക്കഗ്നേഷൻ സീക്വൻസുകളാണ്. അങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനുകൾക്കും എന്തായിരുന്നു പ്രത്യേകത? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇത്ര ബേസ് പെയറുള്ള റെക്കഗ്നേഷൻ സീക്വൻസുകളുണ്ട്. ആ റെക്കഗ്നേഷൻ സീക്വൻസിൽ പോയി മാത്രമേ ഈ പെർട്ടിക്കുലർ എൻസൈമുകൾ കട്ട് ചെയ്യുകയുള്ളൂ. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ നെയിമിങ് അഥവാ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. HIND-2 എന്ന് പറഞ്ഞ പോലെ വേറൊരു റെസ്ട്രിക്ഷൻ എൻസൈമിന് എക്സാമ്പിളാണ് EcoR1. ഒരു എക്സാമ്പിളാണ് EcoR1. സോ EcoR1 എന്ന് പറഞ്ഞ ആ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേര് എങ്ങനെയാണ് അങ്ങനെ വന്നത്? ഈ EcoR1 എന്ന് പറയുന്നത് പേര് എവിടെ നിന്നാണ് വന്നത് നോക്കിയേ, എസ്ചെറീഷ്യ കോളൈ RY13. EcoR1 എന്നതിൽ നിന്ന് എസ്ചെറീഷ്യ കോളൈ RY13. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ EcoR1 എന്ന് പറഞ്ഞ പേര് വന്നത്. സോ ആദ്യം നമ്മൾ ഈ ലെറ്റർ നോക്കുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് എസ്ചെറീഷ്യ. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ നെയിമൊക്കെ എഴുതുമ്പോൾ, സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ പറഞ്ഞിരുന്നു ഒരു ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ എന്ന് ഉദ്ദേശിച്ചത് ആ ബാക്ടീരിയയുടെ എന്തായിരുന്നു ജീനസ് നെയിമാണ്. എന്ന് ഉദ്ദേശിച്ചത് എസ്ചെറീഷ്യ ജീനസ് നെയിമായിരുന്നു. CO എന്ന് പറഞ്ഞ 2 ലെറ്റർ, ആദ്യത്തെ ലെറ്റർ കമ്മിങ് ഫ്രം ജീനസ് നെയിം, അടുത്ത 2 ലെറ്റർ CO എന്ന് പറഞ്ഞ ലെറ്റർ കോളായ് എന്ന് പറഞ്ഞ അതിൻ്റെ എസ്ചെറീഷ്യയുടെ സ്പീഷീസ് നെയിമാണ്. സോ സ്പീഷീസ് നെയിമാണ് ഈ കോളൈ എന്ന് പറഞ്ഞത്. എസ്ചെറീഷ്യ എന്നുള്ളത് അതിൻ്റെ ജീനസ് നെയിമാണ്. സോ എന്ന് പറഞ്ഞത് എസ്ചെറീഷ്യ, CO എന്ന് പറയുന്നത് കോളായ്. സോ ജീനസ് നെയിം, സ്പീഷീസ് നെയിം. ഫസ്റ്റ് ലെറ്റർ കമ്മിങ് ഫ്രം ജീനസ് നെയിം, സെക്കൻഡ് 2 ലെറ്റേഴ്സ് കമ്മിങ് ഫ്രം സ്പീഷീസ് നെയിം. ഈ CO എന്ന് പറയുന്നത് കോളായ് എന്ന് പറയുന്നത് ആ ബാക്ടീരിയത്തിൻ്റെ സ്പീഷീസ് നെയിമാണ്. പിന്നെ അടുത്ത ലെറ്ററാണ് 1, 2, 3 4ാമത്തെ ലെറ്ററാണ് R എന്ന് പറഞ്ഞ ലെറ്റർ. R എന്ന് പറഞ്ഞ ലെറ്റർ RY13 എന്നിൽ നിന്ന് വന്നത്. RY13 എന്ന് ഉദ്ദേശിക്കുന്നത് നെയിം ഓഫ് ദ സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ. ഈ എസ്ചെറീഷ്യ കോളൈ അല്ലെങ്കിൽ എസ്ചെറീഷ്യ എന്ന് പറഞ്ഞ ആ ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനാണ്, എസ്ചെറീഷ്യ എന്ന ബാക്ടീരിയയ്ക്ക് ഒരുപാട് സ്ട്രെയിനുകൾ ഉണ്ടായിരിക്കും, അതിൽ ഏത് സ്ട്രെയിൻ ആണ് എന്നുള്ളതാണ് ഈ R എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. RY13 എന്ന് പറഞ്ഞ എസ്ചെറീഷ്യയുടെ സ്ട്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ R എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് RY13 എന്ന് പറഞ്ഞ എസ്ചെറീഷ്യയുടെ സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ. എസ്ചെറീഷ്യ എന്ന് പറഞ്ഞ ആ ബാക്ടീരിയയുടെ സ്ട്രെയിൻ ആണ് RY13, അതാണ് R. ഇനി 1 EcoR1. ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് എൻസൈം ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. ഈ RY13 എന്ന് പറഞ്ഞ എസ്ചെറീഷ്യയുടെ സ്ട്രെയിൻ ആണ്.
അതിലെ ആദ്യത്തെ സ്ട്രെയിൻ ആണെന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ്. സോ ഈ RY13 എന്ന് പറഞ്ഞ എസ്ചെറീഷ്യ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ RY13 എന്തായിരുന്നു സ്ട്രെയിൻ. ഈ എസ്ചെറീഷ്യ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ആദ്യത്തെ സ്ട്രെയിൻ ആണ് എന്നുള്ളതാണ് 1 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐസൊലേറ്റഡ് എൻസൈം, ഫസ്റ്റ് എൻസൈം ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ. ഏത് സ്ട്രെയിനിൽ നിന്നാണോ ഐസൊലേറ്റ് ചെയ്തത് അതിൻ്റെ നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ എൻസൈം. ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിൻഡ് 2, രണ്ടാമത്തെ ആ പെർട്ടിക്കുലർ സ്ട്രെയിനിലെ രണ്ടാമത്തെ സ്ട്രെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 3 ആണെങ്കിൽ മൂന്നാമത്തെ ആ പെർട്ടിക്കുലർ സ്ട്രെയിനിൽ മൂന്നാമത് ഐഡൻറ്റിഫൈ ചെയ്ത സ്ട്രെയിൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു റോമൻ നമ്പേഴ്സിൻ്റെ പോലെയാണ് ആദ്യം ഐസൊലേറ്റ് ചെയ്യുമ്പോൾ 1, പിന്നെ 2, പിന്നെ 3 സെയിം സ്ട്രെയിനിൽ നിന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്യുന്ന വീണ്ടും എൻസൈം അതിൻ്റെ റോമൻ നമ്പേഴ്സ് കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ നെയിമിങ് നടക്കുന്നത്. സോ E for എസ്ചെറീഷ്യ, CO മീൻസ് കോളായി എന്ന് പറഞ്ഞ സ്പീഷീസ് നെയിം, ഈ എസ്ചെറീഷ്യ ജീനസ് നെയിം, CO കോളായി സ്പീഷീസ് നെയിം, R എന്ന് പറയുന്നത് സ്ട്രെയിനിൻ്റെ നെയിമാണ് RY13, 1 എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിന് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തുകൊണ്ട്. സോ ഈ നമ്പർ സൂചിപ്പിക്കുന്നത് എത്രാമത്തെ സ്ട്രെയിന്, ആ സ്ട്രെയിനിൽ നിന്ന് എത്രാമത്തെയാണ് ഐസൊലേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് ആ നമ്പർ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ നെയിമിങ്, കൺവെൻഷണൽ ആയിട്ടുള്ള നോമൻക്ലേച്ചർ അഥവാ നെയിമിങ്.